പശ്ചിമേഷ്യയിൽ ഇപ്പോഴും പലയിടങ്ങളിലും ആക്രമണം നടക്കുന്നുണ്ട്. അതിനിടയിൽ ഇറാൻ നേതാക്കളുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഇറാനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നതടക്കം അവകാശപ്പെട്ടുകൊണ്ടായിരുന്നു ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രതികരണം. ഇറാൻ നേതാക്കൾക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ട്, അത് താൻ അംഗീകരിക്കുന്നു എന്നാണ് ട്രംപ് വിശദീകരിക്കുന്നത്. ഇറാൻ ആക്രമണത്തിൽ 3 സൈനികർ കൊല്ലപ്പെട്ടതായി അമേരിക്ക സ്ഥിരീകരിക്കുന്നുണ്ട്. അമേരിക്കയുമായി ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാണ് എന്ന നിലപാട് ഒമാൻ വിശദീകരിക്കുന്നുണ്ട്. ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ, ഒരു മധ്യസ്ഥ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. സജോ ദേവസ്യ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജോ, GCC രാജ്യങ്ങളുടെ നിർണായക യോഗം അല്പസമയത്തിനകം തന്നെ ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരാൻ പോകുന്നു. ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ അതിശക്തമായ ആക്രമണം, ഡ്രോൺ ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. സ്ഥിതിഗതികൾ എങ്ങനെയാണ് GCC രാജ്യങ്ങൾ വിലയിരുത്താൻ പോകുന്നത്? ഒരു മധ്യസ്ഥ ശ്രമം സമാന്തരമായി നടക്കാനുള്ള സാധ്യത അത് നിലനിൽക്കുന്നുമുണ്ട്. അതിനിടയിൽ GCC യോഗത്തെ എങ്ങനെയാണ് കാണേണ്ടത്? വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തെ എങ്ങനെയാണ് കാണേണ്ടത്? ഗൾഫ് മേഖലയിൽ നിന്ന് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് സജോ ദേവസ്യ? റിജിത്ത്, പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ യോഗമാണ് പുരോഗമിക്കുന്നത് എന്നത് നിസ്തർക്കമാണ്. GCC രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധമുണ്ടാക്കിയ കടുത്ത പ്രതിസന്ധി ഉണ്ട് എന്നത് നിസ്തർക്കമാണ്. കാരണം അവിടുത്തെ വ്യോമപാതകൾ പ്രതിസന്ധിയിലാകുന്നു, വ്യാപാരത്തെ ബാധിക്കുന്നു എന്ന് തുടങ്ങി അങ്ങോട്ടേക്ക് സമാധാന സാധ്യതകൾ കടുത്ത പ്രതിസന്ധി നേരിടും വിധം കാര്യങ്ങൾ മാറുന്ന സാഹചര്യം ഉണ്ടായി. അവരുടെ പൊതുവിൽ എടുത്തു പരിശോധിച്ചാൽ വ്യാപാര മേഖല മുതൽ അങ്ങോട്ടേക്ക് ജനജീവിതത്തെ പോലും ബാധിക്കും വിധം പ്രധാനമായും അമേരിക്കയുടെ സൈനിക താവളങ്ങളാണ് ഇറാൻ ലക്ഷ്യമിട്ടത് എങ്കിൽ തന്നെയും അത് സിവിലിയൻ മേഖലയിലടക്കം പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഇതിനെ എങ്ങനെ സമാധാനത്തിന് വഴി തുറക്കും വിധം ഒരു ടേബിളിലേക്ക് എത്തിക്കാം, ചർച്ചയിലേക്ക് എത്തിക്കാം എന്നത് പ്രധാനമാണ്. ഈ കാര്യത്തിൽ സാധ്യമായ ഇടപെടൽ നേരത്തെയും ഇറാനുമായി സൗഹൃദമടക്കം പുലർത്തിയിരുന്ന ഒമാൻ അടക്കം പ്രതിസന്ധി, അതായത് ഈ യുദ്ധത്തിന്റെ പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ രൂപപ്പെട്ടു. അപ്പോൾ ഒരു സമാധാന സാധ്യതയിലേക്ക് കാര്യങ്ങൾ എങ്ങനെ പോവുക എന്നത് പ്രധാനമാണ്. ഏറ്റവും ഒടുവിൽ പോലും ഇറാൻ വ്യക്തമാക്കുന്ന കാര്യം തങ്ങളുടെ സ്വയം പ്രതിരോധത്തിനുള്ള അവസരത്തിന്, അവകാശത്തിന് പരിധി നിർണ്ണയിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് പ്രത്യാക്രമണം ഉണ്ടാകും എന്ന അവകാശവാദം കൃത്യമായി തന്നെ ഉന്നയിക്കുന്നുണ്ടെന്ന് മാത്രമല്ല കടുത്ത തിരിച്ചടി ഈ മേഖല കേന്ദ്രീകരിച്ച് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ, പടക്കപ്പലുകൾ, നാവിക കപ്പലുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രത്യാക്രമണം സജീവമായി തുടരുന്നു എന്ന കൃത്യമായ അവകാശവാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. US സൈനിക മേഖലയ്ക്കും തിരിച്ചടി ഉണ്ടായി. 3 സൈനികരുടെ കാര്യത്തിൽ പോലും അവർക്ക് നഷ്ടമുണ്ടായി. അതിൽ കൂടുതൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പടക്കപ്പലിനെ അടക്കം ആക്രമിക്കുന്നതിലേക്ക് പോയിട്ടുണ്ട് എന്ന അവകാശവാദം വരുന്നു. അതിനിടെ വിവിധയിടങ്ങളിൽ സമാനമായ രൂപത്തിൽ ഡ്രോൺ ആക്രമണം, എയർ സ്ട്രൈക്ക്, വ്യോമാക്രമണം അടക്കം സജീവമായി തുടരുന്നുണ്ട് എന്നത് കൃത്യവും വ്യക്തവുമാണ്. എന്ന് വെച്ചാൽ പശ്ചിമേഷ്യയിലെ അശാന്തി തുടരുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഏതെങ്കിലും നിലയ്ക്ക് കീഴടങ്ങലിന്, പിൻവാങ്ങലിന് തയ്യാറല്ല ഖമൈനിയും കൊല്ലപ്പെട്ടതിന് ശേഷവും, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട സൈനിക തലപ്പത്ത്, ഭരണ തലപ്പത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ, ഖമൈനി മുതൽ ചീഫ് ഓഫ് സ്റ്റാഫ് മുതൽ പ്രതിരോധ മന്ത്രി വരെ കൊല്ലപ്പെട്ടു എന്ന കാര്യം ഒരു വശത്ത് നിൽക്കുമ്പോഴും കീഴടങ്ങലിന് ഒരു തരത്തിലും വഴങ്ങില്ല എന്ന നിലപാട് അവർ സ്വീകരിക്കുന്നത് മാത്രമല്ല ഏറ്റവും ഒടുവിൽ പറഞ്ഞതും സ്വയം പ്രതിരോധത്തിന് തങ്ങൾക്ക് പരിധി വെക്കാൻ കഴിയുകയില്ല എന്ന അവകാശവാദവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം ഈ കാര്യത്തിൽ ട്രംപ് തന്നെ സമാധാന ശ്രമങ്ങളുടെ ചില സൂചനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അത് എത്രമാത്രം പ്രായോഗികമാകും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അങ്ങനെയെങ്കിൽ അമേരിക്കയ്ക്ക് മേൽ GCC രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദമുണ്ടാകും എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷേ ഇറാനും ലക്ഷ്യമിടുന്നത് അതുതന്നെയാകും. GCC രാഷ്ട്രങ്ങൾ, അതായത് അമേരിക്കയുടെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളുള്ള GCC രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം വയ്ക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അതുവഴി ഒരു സമാധാന സാധ്യതയിലേക്ക് പോകും എന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പോലും ട്രംപ് അവകാശവാദങ്ങൾ തുടരുന്നുണ്ട്. ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പ്രതികരണത്തിൽ, കുറിപ്പിൽ പറയുന്നത് 9 ഇറാന്റെ നേവൽ ഷിപ്പുകൾ തകർത്തു കളഞ്ഞു, മുങ്ങിപ്പോയി. കൂടുതൽ രാജ്യങ്ങളാണ് ഇതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരുന്നത്. ഒന്ന്, അവിടെ ജനവാസ മേഖലകൾ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നു. മറ്റൊന്ന്, അവരുടെ വ്യോമഗതാഗതത്തെ പൂർണ്ണമായി നിലയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഏതാണ്ട് 150-ലധികം കപ്പലുകൾ എങ്ങോട്ടും പോകാൻ കഴിയാതെ നിൽക്കുന്ന നിലയുണ്ട്. അത് സാമ്പത്തിക വ്യവസ്ഥയെ, സാമ്പത്തിക മേഖലയെ പൂർണ്ണമായി തകർക്കുന്ന നിലയിലേക്ക് പോകും. അത് ഓരോ മണിക്കൂറുകളും നിർണായകമാണ്. അതിനിടയിൽ ഇന്ന് GCC യോഗത്തിൽ, വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയല്ലേ കാണുന്നത് സജോ? അർജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനം ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി തന്നെ കാണേണ്ടതാണ്. ആഗോള വ്യാപാര മേഖലയിൽ ഇത്ര നിർണായകമായ സ്വാധീനമുള്ള
ഒരു മേഖലയിൽ അവിടുത്തെ ജലഗതാഗതം സാധ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടാവുക എന്നത് അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് ഉണ്ടാക്കുന്ന പ്രതിസന്ധിയും വളരെ കടുത്തതാണ് എന്നത് കൃത്യമാണ്. അതായത് വ്യാവസായിക മേഖല, ലോക വ്യാപാര രംഗത്ത് തന്നെ ഇന്ധന വ്യാപാരം മുതൽ അങ്ങോട്ടേക്ക് ആഗോള വ്യാപാര രംഗത്ത് ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിയും ഇതിനകം തന്നെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നത് കൃത്യമാണ്. അത് പശ്ചിമേഷ്യക്ക് മാത്രമല്ല ലോകമാകെയും ആ പ്രതിസന്ധി രൂപപ്പെടും. അന്താരാഷ്ട്ര തലത്തിൽ അതുണ്ടാക്കുന്ന വ്യാവസായിക മേഖലയിൽ ഉണ്ടാക്കുന്ന കടുത്ത പ്രതിസന്ധിയുണ്ട്. സ്വാഭാവികമായും ഈ പ്രതിസന്ധിയും കൃത്യമായി തന്നെ പാശ്ചാത്യ രാജ്യങ്ങളടക്കം, അതായത് വൻശക്തി രാഷ്ട്രങ്ങളടക്കം ഈ കാര്യം കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ കൂടി ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകും. അതിന്മേൽ GCC രാജ്യങ്ങളുടെ താല്പര്യം സമ്പൂർണ്ണമായി അവഗണിക്കുക എന്നത് ട്രംപിനും സാധ്യമാകുകയില്ല, അമേരിക്കയ്ക്ക് സാധ്യമാവുകയില്ല എന്നത് കൃത്യമാണ്. അതായത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അമേരിക്കൻ സംയുക്ത അറ്റാക്ക് നടക്കുന്നു എന്ന ഘട്ടത്തിൽ തന്നെയും അതിന്റെ തിരിച്ചടി ഏറ്റവും കൂടുതൽ ഇപ്പോൾ GCC രാജ്യങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. സ്വാഭാവികമായും GCC രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് UAE അടക്കം എടുക്കുന്ന നിലപാടുകളെ തള്ളിക്കളയുക അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ സാധ്യമാവുകയില്ല. കാരണം ദീർഘകാല ലക്ഷ്യങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഈ മേഖലയിൽ പശ്ചിമേഷ്യയിൽ ഉണ്ട് എന്നത് പ്രധാനമാണ്. അവരുടെ പലതരം ജിയോ പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മേഖല തന്നെയാണ് GCC രാജ്യങ്ങൾ. അതുകൊണ്ട് അവരുടെ സമ്മർദ്ദം സ്വാഭാവികമായും അമേരിക്ക പരിഗണിക്കാതിരിക്കും എന്ന് കരുതുക വയ്യ. സ്വാഭാവികമായും നേരത്തെ നമ്മൾ രക്ഷാസമിതിയിലൊക്കെ പ്രതീക്ഷ അർപ്പിച്ചിരുന്നെങ്കിലും കാര്യമായി എന്തെങ്കിലും സംഭവിച്ചു എന്നത് നമ്മൾ കണ്ടില്ല. കാരണം സമാധാനത്തിന്റെ ആഹ്വാനത്തിനപ്പുറത്തേക്ക് സീസ് ഫയറിലേക്ക് പോകാനോ ഒരു സമാധാന ചർച്ചകൾക്ക് വഴി തുറക്കാനോ പോലും കഴിഞ്ഞില്ല എന്നത് വളരെ പ്രധാനമാണ്. ഉറപ്പായും ഇറാനെ സംബന്ധിച്ച് അവരുടെ പ്രത്യാക്രമണം എന്ന അവകാശവാദം ഉറപ്പിക്കാനുള്ള വ്യോമാക്രമണം അടക്കമുള്ള കാര്യങ്ങൾ തുടരേണ്ടതുണ്ട്. പക്ഷേ ഏതെങ്കിലും നിലയ്ക്ക് സീസ് ഫയറിലേക്ക് പോകുന്നു, ആ സമാധാന ശ്രമങ്ങൾക്ക് ആർക്ക് മുൻകൈയെടുക്കാൻ കഴിയും എന്നത് പ്രധാനമാണ്. പക്ഷേ GCC രാജ്യങ്ങൾ ചേർന്ന് എടുക്കുന്ന ഒരു സമ്മർദ്ദം, ഒരു തീരുമാനം അത് പ്രധാനമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളവും പ്രധാനമാണ്. കാരണം ഈ കാര്യത്തിൽ കൂട്ടത്തോടെയുള്ള ഒരു തിരിച്ചടി എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിന് അപ്പുറത്തേക്ക് ഏതെങ്കിലും നിലയ്ക്ക് സൈനിക താവളങ്ങൾക്ക് പുറത്ത് ജനവാസ മേഖലകൾ, സിവിലിയൻ കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് സ്വാഭാവികമായും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ അത് കൂടുതൽ ആഗോള രാഷ്ട്രീയത്തിൽ കൂടുതൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുത്താൻ ഇടയാക്കും. സ്വാഭാവികമായും ആ സമ്മർദ്ദത്തിന് മുന്നിലായിരിക്കും ഇനിയും ഇറാൻ വഴങ്ങാൻ പോകുന്നത് എന്നത് പ്രധാനമാണ്. ഒപ്പം ഈ കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒരു നിലപാട് രൂപീകരിക്കുകയും വേണം. അതിന് GCC രാജ്യങ്ങൾ എടുക്കുന്ന ഒരു നിർദ്ദേശം, അവരുടെ സമ്മർദ്ദം, അതിനൊരു പക്ഷേ US വഴങ്ങിയേക്കാം എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കരുതേണ്ടത്. ഇപ്പോഴും ട്രംപ് അവകാശവാദങ്ങൾ പതിവ് പോലെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും GCC രാജ്യങ്ങൾ കർശനമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ഈ കാര്യത്തിൽ മേഖലയിൽ സമാധാനം ഉറപ്പുവരുത്തേണ്ടത് ആ രാജ്യങ്ങളുടെ, ആ മേഖലയുടെ സമ്പദ്ഘടനയുടെ മുന്നോട്ടുള്ള പോക്കിന് വളരെ അത്യന്താപേക്ഷിതമാണ് എന്നൊരു കർശനമായ നിലപാട് സ്വീകരിച്ചാൽ ഉറപ്പായും, അതായത് അവിടുത്തെ എണ്ണ വ്യാപാര മേഖലയിലടക്കം താല്പര്യങ്ങൾ അമേരിക്കയ്ക്കുണ്ട് എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയുന്ന കാര്യമാണത്. ആഗോള സാമ്പത്തിക രംഗത്തെ ഒരു വസ്തുതയും ശരിയുമാണ്, നമ്മുടെ മുന്നിൽ അതുണ്ട്. അപ്പോൾ GCC രാജ്യങ്ങൾ ഇവിടെ ഒരു സമാധാനം പുനഃസ്ഥാപിക്കണം എന്ന നിലയിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് UAE അടക്കമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് ഹബ്ബുകളെ അടക്കം ഈ യുദ്ധം ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് എത്രയും പെട്ടെന്ന് അയവ് വരിക, അവിടെ ഒരു സമാധാനം പുനഃസ്ഥാപിക്കുന്നത് മാത്രമല്ല വ്യോമഗതാഗതം പുനഃസ്ഥാപിക്കുക, ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള വ്യാപാര നീക്കം പുനഃസ്ഥാപിക്കുക, ഇവയെല്ലാം പശ്ചിമേഷ്യയ്ക്ക് മാത്രമല്ല ആഗോള തലത്തിൽ തന്നെ വളരെ പ്രധാനമാണ്. ഈ വ്യാവസായിക മേഖലയ്ക്ക്, പൊതുവിൽ ആഗോള സമാധാനത്തിനും വളരെ പ്രധാനമാണ്. ഡച്ച് എയർലൈൻസ് അടക്കം അവരുടെ സർവീസുകൾ, UAE-ലേക്കുള്ള സർവീസുകൾ അത് സംബന്ധിച്ച് അത് വീണ്ടും അത് നീട്ടിവെക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും വ്യോമഗതാഗതം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നതാണ് കാണേണ്ടത്. ആഗോള തലത്തിൽ ഈ ഖമേനിയുടെ അസാസിനേഷന് പിന്നാലെ, അല്ലെങ്കിൽ ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ആഗോള തലത്തിൽ തന്നെ പലതരം പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ തുടർച്ചയായി കാണുന്നുണ്ട്. സ്വാഭാവികമായും ആഗോള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങളെ കൂടിയും ഈ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് US-ഉം ഇസ്രായേലും പരിഗണിക്കും എന്നത് കാണേണ്ട കാര്യമാണ്.